നമ്മൾ രണ്ട് കാര്യങ്ങളുടെ അവസാനത്തെയാണ് കാണുന്നത്. കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ തുടക്കം കുറിച്ചു. ഉൽപ്പത്തി 1:1 മുതൽ. 1-ാം അധ്യായത്തിൽ പലതിന്റെയും ആരംഭം നമുക്ക് കാണാം, പലതിന്റെയും തുടക്കം നമുക്ക് കാണാം. എന്നാൽ 2-ാം അധ്യായത്തിൽ മനുഷ്യന്റെ ആത്മീയമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നാം 2-ാം അധ്യായത്തിൽ കാണും. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്ഥിതി മാറി. 3-ാം അധ്യായത്തിൽ 2 കാര്യങ്ങൾ പുതുതായി ലോകത്ത് പ്രവേശിച്ചു. 1 പാപം, 2 പാപത്തിന് കാരണക്കാരനായ പിശാചിന്റെ പ്രവേശനം. ഈ 2 കാര്യങ്ങളുടെയും അന്തം, അവസാനം, സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം നമ്മൾ കാണുകയാണ്. 1 സാത്താന്റെ അവസാനം, 2 പാപികളുടെ അവസാനം. ഇങ്ങനെയാണ് സഹസ്രാബ്ദ വാഴ്ച പര്യവസാനിക്കുന്നത്. സഹസ്രാബ്ദ അവസാനത്തിൽ യുദ്ധമൊന്നും ഉണ്ടാവുകയില്ല. ഏകപക്ഷീയമായ ഇടപെടലായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗം മനുഷ്യന്റെ മേൽ നേരിട്ടിടപെടുകയാണ്. അവിടെ യുദ്ധത്തിന്റെ അനിവാര്യത ഉദിക്കുന്നില്ല. സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി വിശുദ്ധ നഗരത്തെ വളഞ്ഞിരിക്കുന്ന ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന അസംഖ്യം സൈന്യങ്ങളെ എന്നേക്കുമായി തീയിറക്കി ദഹിപ്പിക്കുന്നു. വെളിപ്പാട് 20:9. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ഇങ്ങനെയാണ് പാപികളുടെ പര്യവസാനം. അങ്ങനെ മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യാതെ ദൈവം താൻ നേരിട്ട് പ്രവർത്തിച്ച് എന്നേക്കുമായി സ്വർഗത്തോടുള്ള ഈ മത്സരത്തിന് അന്തം വരുത്തുകയാണ്. എന്നേക്കുമായി ആ മത്സരം തീരും. സോദോം ഗോമോറ മുതലായ പട്ടണങ്ങളുടെ മേൽ അഗ്നി വർഷിക്കപ്പെട്ടവണ്ണം എവിടെ നിന്നിറങ്ങി? സോദോമിലും ഗോമോറയുടെയും മേൽ അഗ്നി, ആകാശത്ത് നിന്ന് തീയിറങ്ങി. അപ്രകാരം യെരൂശലേം നഗരത്തിന് ചുറ്റും കൂടുന്ന ഭോഷ്കിന്റെ അപ്പനായ പിശാചിന്റെ വാക്ക് കേട്ട് ചുറ്റും കൂടുന്ന സകല സൈന്യത്തിന്റെ മേലും അഗ്നി ഇറങ്ങും. ഹർമഗദോൻ യുദ്ധത്തിലും തീയും ഗന്ധകവും വർഷിച്ചപ്പോഴെല്ലാം ദുഷ്ടമായ കൂട്ടുകെട്ടുകളെയെല്ലാം കർത്താവ് തകർത്തിട്ടുണ്ട്. അതോടുകൂടി സാത്താനെ എന്നേക്കുമായി തീപ്പൊയ്യിലേക്ക് തള്ളുകയാണ്. അഗ്നികുണ്ഡത്തിലേക്ക് തള്ളുന്നു. അഗ്നി നരകത്തിലേക്ക് അവനെ തള്ളുകയാണ്. മനുഷ്യനെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകപ്പൊയ്യയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 20:10 വാക്യം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. അങ്ങനെ സാത്താനെ നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ ആ തീ പൊയ്കയിൽ
ആരെല്ലാം ഉണ്ട്? അഗ്നി നരകത്തിൽ അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും മാത്രമേ ഉള്ളൂ. എവിടെ വെച്ച്? തേജസ്സിന്റെ സിംഹാസനത്തിൽ വെച്ച് അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അഗ്നിപ്പൊയ്യിൽ തള്ളി. എന്നിട്ട് നമ്മൾ പറഞ്ഞു, സകല ദുഷ്ടന്മാർക്കും വേണ്ടി ഒരു പുനരുദ്ധാനമേ ഉള്ളൂ. അത് വെള്ളസിംഹാസനത്തിലേക്കാണ്. ആ വെള്ളസിംഹാസനത്തിൽ സകല ദുഷ്ടന്മാരെയും കൂട്ടി അവിടെ വെച്ച് അന്ത്യന്യായവിധി നടത്തി ശിക്ഷ വിധിച്ച് അവരെ പിന്നാലെ അഗ്നിനരകത്തിലേക്ക് തള്ളും. അപ്പോ സാത്താനെ അഗ്നിപ്പൊയ്യിലേക്ക് തള്ളുന്ന സമയം അവിടെ ആരേ ഉള്ളൂ? അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും. ഇനി മറ്റുള്ളവരെ വിടും. എപ്പോഴാ? അന്ത്യന്യായവിധിക്ക് ശേഷം. മരിച്ചവരെ ആപാലവൃദ്ധം കൂട്ടും. നമ്മളത് പഠിക്കുക. അങ്ങനെ അന്ത്യ മത്സരത്തിന്റെ അവസാനത്തെ ലാപ്പിൽ നേതാവ് പിടിക്കപ്പെടും. എന്നേക്കുമായി അവന് നരകത്തിലേക്ക് എറിയും. അനേക യുഗങ്ങളായി ദൈവവുമായി സാത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ധിയില്ല യുദ്ധങ്ങളെയും സമരങ്ങളെയും നിത്യ ദണ്ഡനത്തിനായി തീക്കടലിൽ അവൻ എറിയപ്പെടും. രാപ്പകൽ നമ്മെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്ന അപവാദിയായ രാപ്പകൽ നമ്മെ ദൈവസന്നിധിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അപവാദിയായ സാത്താനെ എന്നേക്കുമായി തീപ്പൊയ്യിലേക്ക് തള്ളിയിടുവാൻ പോകുന്നത് കൊണ്ട് ദൈവമക്കളെ, നമ്മൾക്ക് ഇന്ന് ദൈവസന്നിധിയിൽ സന്തോഷിക്കാം. അവനൊരു അന്തമുണ്ട്. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് അന്തമില്ല. എന്നാൽ നമ്മളെ വഞ്ചിക്കുന്ന ദുഷ്ടന് എന്നേക്കുമായി ഒരു അവസാനം വെച്ചിട്ടുണ്ട്. അവന്റെ അവസാനത്തെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം നിങ്ങൾ എടുക്കണം. 14-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ അവിടെ 9-ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കാം. 9 മുതൽ നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതാത്മാക്കളെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. അരുണോദയപുത്രനായ ശുക്ര, നീ. ഇപ്പോൾ ആരാണ് അവിടെ പറയുന്ന നീ? അരുണോദയപുത്രനായ ശുക്രനാണ്. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? താഴത്തേക്ക് പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. ഇവിടെ പറയുന്നത് സാത്താനെ എന്നേക്കുമായി അഗ്നിപ്പൊയ്യിലേക്ക് തള്ളിയിട്ടു. അതിന്റെ പിന്നാലെ അവൻ വഞ്ചിച്ച ഭൂരാജാക്കന്മാരും സകല പാപികളും അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ഇവനെ കണ്ട് അവർ ഞെട്ടുക. ആ ഞെട്ടുമ്പോൾ അവർ പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. അയ്യോ,
നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? വീരശൂര പരാക്രമിയായി ആദാം മുതലുള്ള സകലരെയും ഹൗവ മുതലുള്ള സകലരെയും പറ്റിച്ച, വഞ്ചിച്ച, ചതിച്ച, പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയ ദുഷ്ടാത്മാവിനെ അഗ്നിപ്പൊയ്കയിൽ ചാകാത്ത പുഴുവിന്റെയും കെടാത്ത തീയുടെയും മധ്യേ വെള്ളസിംഹാസനത്തിലെ അന്ത്യന്യായവിധിക്ക് ശേഷം അഗ്നിപ്പൊയ്യിലേക്ക് ചെല്ലുന്ന ദുഷ്ടന്മാരുടെ ആത്മാക്കൾ കണ്ട് അന്തം വിട്ടുപോകുകയാണ്. ആ വാക്കാണ് നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ. ശരിക്കും നരകം ആരുടെ സ്വത്താണ്? പിശാചിൻ്റെതാണ്. തേജസ്സിന്റെ സിംഹാസനത്തിലെ ന്യായവിധിയുടെ അവസാനം അവൻ അവരോട് പറയുന്നത്, സാത്താനും അവന്റെ ശിങ്കടികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യദണ്ഡനം ചെന്ന കൈവശമാക്കിക്കൊള്ളുവീനെന്നാണ്. അത് അവന്റെ അവകാശമാണ്. ദുഷ്ടത പ്രവർത്തിക്കുന്ന പാപികളുടെ അപ്പനാണ് പിശാച്. ആ പിശാചിനുള്ള സകലത്തിനും അവന്റെ മക്കൾ അവകാശികളാണ്. എങ്ങനെയെന്നാൽ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് കർത്താവിനുള്ള സകലത്തിനും ദൈവത്തിന്റെ മക്കൾ അവകാശികളായിരിക്കുന്നത് പോലെ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് അവരെ വീണ്ടും ജനിപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിനുള്ള സകലത്തിനും അവർ അവകാശികളായിരിക്കുന്നത് പോലെ പിശാചിനും അവനുള്ള സ്വത്തിനും അവന്റെ മക്കളായ സകല പാപികളും അവകാശികളാകുന്നു എന്ന് ചുരുക്കം. അങ്ങനെ ഇത്രയും വിക്രമനായവന്റെ അന്ത്യം വളരെ ശോചനീയമായ അവസാനം നമ്മൾ കാണുകയാണ്. മനസ്സാന്തരപ്പെടാൻ ഒരുപക്ഷെ അവൻ അവസരം ഉണ്ടായിരിക്കാം, എന്നാൽ അവന്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാക്കില്ല. നാം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഇസബേലിന് മാനസാന്തരപ്പെടാൻ അവസരമുണ്ടായിട്ടും മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെടാൻ ലഭിക്കുന്ന അവസരങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന, നഷ്ടപ്പെടുത്തുന്നത് ദുഷ്ടാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. നമ്മൾ മാർക്കോസിന്റെ സുവിശേഷം 9:48-49 വാക്യങ്ങളിൽ അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്ന് പറഞ്ഞാൽ നരകത്തീയിൽ എറിയപ്പെടുന്നവൻ നശിക്കാതെ അതിൽ നിലകൊള്ളും എന്നാണ്. വസ്തുക്കൾ നശിച്ചു പോകാതെ ഇരിക്കാൻ വേണ്ടി ഉപ്പ് ചേർക്കുന്നത് പോലെ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു വ്യക്തിയെ തീജ്വാലയ്ക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ ജ്വലിപ്പിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? അഗ്നി നരകത്തിലെ തീക്ക് അവനെ ദഹിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ ജ്വലിപ്പിക്കാൻ കഴിയും. തങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്താതെ ദൈവനാമത്തിൽ ഭയപ്പെടുന്ന ഹൃദയവുമായി കർത്താവിന് രാജാവായി ഹൃദയത്തിൽ വാഴിച്ച് അവനെ കർത്താവും രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് വിശുദ്ധിയോടെ ജീവിച്ചില്ല എങ്കിൽ അന്ത്യന്യായവിധി നാളിൽ മാനവരാശിയെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന
ദുഷ്ടനായ സാത്താന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യനരകം നമ്മൾ അവകാശമാക്കേണ്ടി വരും എന്നതിന് തർക്കമില്ല. എങ്ങനെയാണ് പാപികളുടെ അവസാനം, പാപികളുടെ അന്തം എങ്ങനെ? നമുക്ക് നോക്കാം. യെശയ്യാവ് 65:20 വാക്യത്തിൽ പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവനെന്നേ വരൂ. പാപി എന്നും ശപിക്കപ്പെട്ടവനാണ്. ഈ പാപികളിൽ യുദ്ധപ്രാപ്തരായ നല്ല ഒരു ഭാഗം ആളുകൾ അന്ത്യ മത്സരത്തിനായി സാത്താനെ അഴിച്ചുവിടുമ്പോൾ അവരോടൊപ്പം ചേർക്കപ്പെടും. യുദ്ധത്തിന് പുറപ്പെടാത്ത ദുഷ്ടന്മാർ ജനത്തിന്റെ മധ്യത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ അന്നത്തെ രക്ഷിത ഗണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർ കേവലം ന്യൂനപക്ഷമായിരിക്കും. ഇന്ന് ദുഷ്ടന്മാർ ഭൂരിപക്ഷവും നീതിമാന്മാർ ന്യൂനപക്ഷവുമാണെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ അതിന്റെ അവസാനമാകുമ്പോൾ ദുഷ്ടന്മാർ ന്യൂനപക്ഷവും ഭക്തന്മാർ ഭൂരിപക്ഷവുമായിരിക്കും. ഇവിടെ കർത്താവ് പറയുന്ന ഒരു ഉപമ ചിന്തനീയമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം നമുക്ക് എടുക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 39 മുതൽ 42 വരെ. 39 മുതൽ കർത്താവ് അവിടെ രൂപം പറയുകയാണ്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നത് പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവരവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. മനസ്സിലായോ? നല്ലതിൽ നിന്ന് കളയെ മാറ്റും. നീതിമാന്മാരിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. കർത്താവിന്റെ മധ്യാകാശത്തുള്ള വരവിൽ എങ്ങനെയാണ്? ദുഷ്ടന്മാരുടെ നടുവിൽ നിന്ന് അവൻ സഭയെ വേർതിരിക്കുകയാണ്. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ദൂതന്മാരുടെ നടുവിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കുകയാണ്. കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ലോകത്തുള്ള സകല ദുഷ്ടന്മാരുടെയും നടുവിൽ നിന്ന് സഭ എന്ന് പറയുന്ന വിശ്വാസഗണത്തെ എടുത്തുകൊണ്ടു പോകുന്നു. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ഭൂരിപക്ഷവും നീതിമാന്മാരാണ്, ന്യൂനപക്ഷമാണ് ദുഷ്ടന്മാർ. ആ ദുഷ്ടന്മാരെ നീതിമാന്മാരുടെ നടുവിൽ നിന്ന് വേർതിരിക്കുകയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. കളയാണ് പറിച്ചെടുക്കുന്നത്, നല്ലതല്ല. വിതച്ച ഗോതമ്പ് ഗോതമ്പായി തന്നെ നിൽക്കുന്നു. എന്നാൽ ശത്രു വിതച്ച കള, ഇവിടെ കർത്താവ് പറയുന്നത് കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് ലോകാവസാനം. ആ പറയുന്ന ലോകാവസാനമാണ് ഈ പറയുന്ന സഹസ്രാബ്ദത്തിന്റെ അവസാനം. ഇവിടെയാണ് അതിന്റെ അന്തം.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് 39 മുതൽ 42 വരെ, പിന്നീട് 49 50 വാക്യങ്ങൾ. കൊയ്ത്തിന്റെയും വലയുടെയും ഉപമകളിലാണ് കർത്താവ് ഇത് പറഞ്ഞിട്ടുള്ളത്. 47 വാക്യത്തിൽ, പിന്നെ ഈ സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. ഓക്കെ, കൊയ്ത്തിന്റെയും വലയുടെയും ഉപമകളിലൂടെ കർത്താവ് ഇത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. കൃപായുഗത്തിന്റെ അവസാന സംഭവമായിട്ട് നമുക്ക് ചേർത്ത് ചിന്തിക്കാം. പക്ഷേ പ്രസ്തുത വ്യാഖ്യാനം അത്ര യോജിക്കുന്നതായിക്കൊള്ളണമെന്നില്ല. കാരണം ഇവിടെ പറയുന്ന സ്വർഗരാജ്യത്തിന്റെ 11 ഉപമകൾ, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന 11 ഉപമകൾ എല്ലാം സഭയെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, മറിച്ച് സ്വർഗരാജ്യത്തെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. സ്വർഗരാജ്യത്തിൽ നല്ല മീനും തീയ മീനുമുണ്ട്, കളയുമുണ്ട്, ഗോതമ്പുമുണ്ട്, ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരുമുണ്ട്. എന്നാൽ സഭയിൽ ശുദ്ധിയുള്ളത് മാത്രമേ ഉള്ളൂ. സഭയിൽ ശുദ്ധിയില്ലാത്തതൊന്നുമില്ല. സമുദായത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, സഭയുടെ കാര്യം. സമുദായത്തിലെല്ലാം ഉണ്ടല്ലോ, അത് സ്വർഗരാജ്യം പോലെയാണ്. നല്ലതുമുണ്ട്, തീയതുമുണ്ട്, ഭക്തന്മാരുമുണ്ട്, അഭക്തന്മാരുമുണ്ട്. എന്നാൽ കർത്താവിന്റെ ശരീരമെന്ന എക്ലീസിയ എന്ന ആ സഭയ്ക്കകത്ത് വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ എന്ന വസ്തുത നാം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം പറയുന്നതിന് കുഴപ്പമില്ല, തെറ്റിപ്പോകാതെ പറയാൻ ശ്രമിക്കണം. ഉപമകളുടെ വ്യാഖ്യാനമാണ് കർത്താവ് പറഞ്ഞത്. ഉപമ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. സഭയോട് ചേർത്ത് വെച്ച് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു, കൊയ്ത്ത് ലോകാവസാനം. അപ്പൊ ഈ ഉപമ ഏത് കാലത്തിലേക്കുള്ളതാണ്? ലോകാവസാന കാലത്തേക്കുള്ളതാണ്. കൊയ്ത്ത് ലോകാവസാനം. അതുകൊണ്ട് തന്നെ ഇത് സഭയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ല, മറിച്ച് സ്വർഗരാജ്യത്തിന്റെ അവസാനവുമായി ഉള്ള ബന്ധത്തിലുള്ളതാണ്. അതാണ് ലോകാവസാനം. ഈ ലോകം അവിടെ അവസാനിച്ചിട്ട് ഒരു പുതിയ ലോകം പിറക്കും. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണേ. ലോകാവസാനത്തിൽ സംഭവിക്കും 2 പ്രസ്താവനകളുണ്ട്. ഒന്ന്, കൊയ്ത്ത് ലോകാവസാനം. 2, ലോകാവസാനത്തിൽ സംഭവിക്കും. ഈ 2 പ്രസ്താവനകൾ നിമിത്തം നമുക്ക് വളരെ കൃത്യമായി ഗ്രഹിക്കാം, ഇത് സഭായുഗത്തിന്റെ അവസാനമല്ല, ലോകാവസാനത്തെ സംഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൃപായുഗത്തിന്റെ അവസാനത്തിൽ
കൃപായുഗത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? സഭ എടുക്കപ്പെടുന്നതാണ് കൃപായുഗത്തിന്റെ അവസാനം. കൃപായുഗത്തിന്റെ അവസാനത്തെങ്കിൽ അല്ല, ലോകാവസാനത്തിൽ അഥവാ സഹസ്രാബ്ദ വാഴ്ചയിൽ സംഭവിക്കേണ്ടുന്ന കാര്യമാണ് ഇത് എന്ന് വളരെ കൃത്യമായി ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കോസിന്റെ സുവിശേഷം 18:8 വാക്യം. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മത്തായിയുടെ സുവിശേഷം 24:12 വാക്യം. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് കൃപായുഗത്തിന്റെ അവസാനത്തിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ വീണ്ടും മാനവരാശിയും അവരുടെ പ്രവർത്തനങ്ങളും ചെയ്തികളും തുടരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭൂരിപക്ഷവും നാമധേയ ക്രിസ്ത്യാനികളോ നാമധേയരോ കപടഭക്തന്മാരോ ഏതെങ്കിലും ഐതിഹ്യങ്ങളുടെ പിറകെ യാത്ര ചെയ്യുന്നവരും ഊഹങ്ങളിൽ വിശ്വസിക്കുന്നവരുമായിരിക്കാം. ഇന്ന് കർത്താവ് വന്നാൽ ഇന്ന് എടുത്തുകൊള്ളപ്പെടുന്ന രക്ഷിതഗണം അഥവാ നീതിമാന്മാരെ കുറിച്ച് നീതിമാന്മാരുടെ നിന്നും ദുഷ്ടന്മാരെ വേർതിരിക്കുക എന്ന് പറയുവാൻ സാധ്യമല്ല. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഒരിക്കൽ കൂടി പറയാ. കാരണം ഭൂരിപക്ഷവും ദുഷ്ടന്മാരാണ്. അതിന്റെ നടുവിൽ നിന്ന് ന്യൂനപക്ഷത്തെ മാറ്റി. സഹസ്രാബ്ദ വാഴ്ചയിൽ ദുഷ്ടന്മാർ ന്യൂനപക്ഷവും വിശുദ്ധന്മാർ ഭൂരിപക്ഷവുമാണ്. അതുകൊണ്ട് നീതിമാന്മാരുടെ നടുവിൽ നിന്ന് ദുഷ്ടന്മാരെ മാറ്റി. കൃപായുഗത്തിലെ പ്രയോഗം ദുഷ്ടന്മാർ നീതിമാന്മാർ എന്നിങ്ങനെ പറയുകയല്ല. രക്ഷിക്കപ്പെട്ടവർ നീതിമാന്മാരാണല്ലോ. എങ്കിലും ആ പ്രയോഗം സാധാരണമല്ല. ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അവസാനം ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. കൃപായുഗത്തിൽ കർത്താവിനോടുകൂടെ നമ്മൾ പുനരുത്ഥാനം പ്രാപിച്ച് വിശുദ്ധന്മാർ തേജസ്കരണം പ്രാപിച്ച് അവനോടുകൂടെ ചേർക്കപ്പെടുകയാണ്. പുനരുത്ഥാന നിര നമ്മൾ പഠിച്ചല്ലോ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരങ്കൽ, 2, പിന്നെ അവസാനം. ആ പിന്നെ അവസാനം എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം. അതുകൊണ്ട് കൃപായുഗ അവസാനത്തെ കുറിച്ചുള്ള പ്രസ്താവന ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്നുള്ളത് കൊണ്ട് തീരും. പിന്നെ അവസാനം എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനത്തെ സംഭവമാണ്. സഹസ്രാബ്ദ അവസാനത്തിൽ ശേഷിക്കുന്ന പാപികളെ സഹസ്രാബ്ദാരംഭത്തിൽ കോലാടുകളായവരെ പിടിച്ചതുപോലെ കോലാടുകളെ അവരുടെ കുറ്റങ്ങൾ ബോധ്യപ്പെടുത്തി, കുറ്റങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി, കോലാടുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതുപോലെ അവരുടെ തെറ്റുകളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കേണ്ടതില്ല. തേജസ്സിന്റെ സിംഹാസനം എങ്ങനെ ചെയ്തു? നിങ്ങൾ ഈ ചെറിയവർക്ക് വേണ്ടി ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്ക് വേണ്ടി ചെയ്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ നരകത്തിൽ വിടുന്നതെന്ന് കൃത്യമായി അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്തു.
ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. അവരുടെ കുറ്റങ്ങളും കുറവുകളും അവരെ ബോധ്യപ്പെടുത്തി. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനത്തെങ്കിൽ അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ലത്രേ. തെളിയിക്കേണ്ടതിന്റെയും ആവശ്യമില്ല. പിന്നെ എന്ത് സംഭവിക്കും? ദൂതന്മാർ തന്നെ അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടും. എന്നേക്കുമായി തള്ളും. എന്നേക്കുമായി തള്ളും. എവിടെ മുതൽ ദുഷ്ടന്മാരായിരിക്കും? അപ്പൊ കായീൻ മുതലുള്ള സകല ദുഷ്ടന്മാർക്കും ഒറ്റ പുനരുദ്ധാനമേ ഉള്ളൂ. അത് വെള്ളസിംഹാസനത്തിലാണ്. അവിടെ അധികം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല. അവർ അവരുടെ വഴിക്ക് പോവും. ഓക്കെ, ഇതാണ് അന്ത്യന്യായവിധി. ഇനി എല്ലാറ്റിനെയും നുള്ളിപ്പറക്കി എവിടേക്കാണ്? വിശുദ്ധന്മാരല്ലാത്ത സകലരെയും കാലാപെറുക്കി കൂട്ടി ഒക്കത്തിനെയും കൊണ്ടുപോയി ഒറ്റ സ്ഥാനത്തിടും. അതുകൊണ്ടാണ് വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ മരിച്ചവരെ ആബാലവൃദ്ധം. ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ആബാലവൃദ്ധം. വെളിപ്പാട് പുസ്തകം 20:12. ജീവനുള്ള ആരെയും നാം അവിടെ കാണുന്നില്ല, മരിച്ചവരെ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. സഹസ്രാബ്ദാവസാനത്തിൽ ജീവനോടെ ശേഷിക്കുന്ന പാപികളെല്ലാവരും, അഥവാ സഹസ്രാബ്ദാവസാനത്തിലെ സകല നീതിമാന്മാരും പുനരുത്ഥാന ശരീരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ എന്നല്ല, അന്ത്യന്യായവിധിക്കായി അവരും എഴുന്നേൽക്കും. പക്ഷെ അവർക്ക് എന്തില്ല? അവർക്ക് ശിക്ഷാവിധിയില്ല. അവർക്ക് ഏലിയാവും ഹാനോക്കും എടുക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ ഭക്തന്മാർ രൂപാന്തരപ്പെടുന്നു, പുനരുത്ഥാനം പ്രാപിക്കുന്നു. രണ്ട് പ്രക്രിയ ഉണ്ട് അവിടെ. വിശുദ്ധന്മാർ മരിക്കുകയല്ല, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയാണ്. എന്നതുപോലെ തന്നെ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം ജീവനോടിരിക്കുന്ന സകല വിശുദ്ധന്മാരും സ്വർഗത്തിന് യോഗ്യമായ ശരീരം പ്രാപിച്ച് വെള്ളസിംഹാസനത്തിൽ ചെന്ന് അവിടെ നിന്ന് അവർക്കുള്ള പ്രതിഫലങ്ങളെ പ്രാപിക്കും. ഇനി വീണ്ടും പ്രതിഫലം കിട്ടുന്നത് നമുക്കല്ല, ശേഷിക്കുന്ന എത്ര വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് അവിടെ വരുന്നുവോ അവർക്ക് ഉള്ള പ്രതിഫലം അവിടെ വെച്ച് കൊടുക്കും. അവിടെയും ജീവന്റെ പുസ്തകം തുറക്കും. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതാണ് അന്ത്യ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി കത്തിയ അഗ്നി ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി കത്തും. അടുത്ത നമ്മുടെ സെഷൻ അതാണ്, ഭൂമിയുടെ അഗ്നിപ്രളയം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, കരുണയുള്ള കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. കർത്താവെ, നിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെയും വലിയവനായ ദൈവമേ, നീ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങയുടെ കൃപയും കരുണയും ഈ പ്രിയ മക്കൾ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. നിന്റെ വചനം യഥാർത്ഥമായി പഠിപ്പിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ഞങ്ങൾക്ക് ജീവിക്കേണ്ടതിന് നീ നിന്റെ കൃപയാൽ, നിന്റെ വചനത്തിന്റെ പരിജ്ഞാനത്താൽ ഞങ്ങളെ നീ വഴി നടത്തണമേ. എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കണമേ. ആമേൻ.